ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, തീ പോലും കത്തിക്കേണ്ട, അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് ചോക്ലേറ്റ് റെസിപ്പിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ചെയ്യുന്നത് ഡാൽഡ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മിക്സിയുടെ ജാറിലാണ് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എടുക്കുന്ന മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ നനവ് പാടില്ല. ഇനി ഇതിലോട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഐസിങ് ഷുഗറിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇനി അതേ അളവിൽ തന്നെ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പാൽപ്പൊടി ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി പാൽപ്പൊടി ഐസിങ് ഷുഗറും നല്ലതുപോലെ നല്ല ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഐസിങ് ഷുഗർ നല്ലപോലെ പൊടിച്ചിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ അങ്ങനെയല്ല. ഈ ഒരു മിക്സ്, അതായത് ഈ പാൽപ്പൊടിയും ഐസിങ് ഷുഗറും ഇനിയും നമ്മൾ നല്ല പൗഡർ ഫോമിൽ തന്നെ പൊടിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ആ ഒരു ചോക്ലേറ്റിന് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ചോക്ലേറ്റിനെല്ലാം ഒരു ചെറിയ തരിതരിപ്പ് ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടാനായിട്ടാണ് നല്ലതുപോലെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ 1 മിനിറ്റ് സമയം എടുത്തിട്ട് നല്ലതുപോലെ ഹൈ സ്പീഡിലിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ പൊടിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ചോക്ലേറ്റിന് സെയിം ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന സ്റ്റെപ്സ് എല്ലാം അതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്കിതിലോട്ടൊരു 6 ടേബിൾ സ്പൂൺ ഡാൽഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡാൽഡ എന്ന് പറഞ്ഞാൽ ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല, നമ്മൾ പുറത്ത് വെച്ച് അതൊന്ന് മെൽറ്റായി തുടങ്ങിയതിന് ശേഷമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മെൽറ്റ് ആയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എസൻസ് ഒന്നും ചേർക്കുന്നില്ല, ചേർക്കാതെ തന്നെ നല്ല ഫ്ലേവർ തന്നെ നമ്മുടെ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, പക്ഷേ ഒരല്പം തരിതരിപ്പുണ്ട് ഇങ്ങനെ അരച്ചെടുത്തപ്പോഴും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരല്പം ചെറിയൊരു തരിതരിപ്പ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല ക്രീമി ആയിട്ട് കിട്ടണം. ആ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ ആ ഒരു സൂപ്പർ ടേസ്റ്റിലും ആ ഒരു ക്രീമി ടെക്സ്ചറിലും നമ്മൾ ഈ സിൽക്കി ചോക്ലേറ്റ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ നമ്മുടെ ചോക്ലേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിൽ ചെറിയൊരു തരിതരിപ്പുണ്ട്, അപ്പോൾ ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സ്മൂത്തി ക്രീമി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറഞ്ഞാൽ. ഇത് ഒരുപാട് കട്ടിയുമല്ല ഒരുപാട് ലൂസും അല്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് വേണം. ഈ അല്പം കട്ടി കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഡാൽഡയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ക്രീം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ മോൾഡ് എന്തെങ്കിലും എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ ഉണ്ടല്ലോ, അതിലും തന്നെ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ അളവിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ ചിലവുകൾ മാത്രം മതി, ഒരുപാട് ചിലവുകളൊന്നുമില്ല ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. ഇങ്ങനെ തട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ക്രീം ഒന്ന് ലെവലായിട്ട് കിട്ടും, നല്ല അടിപൊളിയായിട്ട് സെറ്റായി പെട്ടെന്ന് കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ കണ്ടെയ്നറിൽ ചെയ്യുമ്പോൾ, പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ചെയ്യുമ്പോഴും ഇതുപോലെ ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇനി സാധാരണ നമ്മൾ ഈ ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന ഫ്രീസറിലും അല്ലെങ്കിൽ ഫ്രിഡ്ജിലും ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പം ഞാനിവിടെ അങ്ങനെയൊന്നുമല്ല, പുറത്ത് തന്നെ വെക്കുകയാണ്. സാധാരണ നമ്മൾ കിച്ചണിലല്ല, നമ്മൾ സിറ്റിംഗ് റൂമിലോ അങ്ങനെ, അതായത് ഒരുപാട് ചൂടൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തിലോട്ട് മാറ്റാം. ഒരു 2 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടും. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒന്നും വെക്കേണ്ട, തണുക്കാത്ത തന്നെ ചോക്ലേറ്റ് നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പറായിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് സിമ്പിളായിട്ടല്ലേ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചോക്ലേറ്റ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡബിൾ ബോയിലിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരല്പം സമയമൊക്കെ എടുത്തിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് അങ്ങനെയൊന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള സിലിക്കോൺ മോൾഡിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ മതി, നമ്മുടെ ചോക്ലേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്ത് അടിപൊളിയായിട്ടാണ് കിട്ടിയേക്കുന്നതെന്ന്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. ഇല്ല, ഡെയിലി അല്ല, നമ്മൾ 1 ഡേ ഗ്യാപ്പിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ രാവിലെ 10 മണിക്കാണ്.
അപ്പോൾ നോട്ടിഫിക്കേഷൻ എങ്ങാനും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് ആ ഒരു 1 day ഗ്യാപ്പിൽ ഒന്ന് വന്ന് നോക്കിയാൽ മതി. രാവിലെ 10 മണിയാകുമ്പോൾ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഇനി എന്തെങ്കിലും കാരണത്താൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ നേരത്തെ തന്നെ ഇൻഫോം ചെയ്യാം. പിന്നെ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamualaikum. Assalamualaikum. Assalamualaikum.